ഗൈസ്, ഇത്തവണത്തെ ഫസ്റ്റ് മഞ്ഞ് അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മണി തൊട്ട് ആണ് പ്രഡിക്ഷൻ പറഞ്ഞിരുന്നത്, 2 തൊട്ട് 3 വരെ. അതിപ്പം ഒരു 5 മണിയാകുമ്പോൾ വീണ്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഒരു 6 അര അടുത്തായി. ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ടേ. നോക്കി ഉണ്ടോ നമ്മുടെ വണ്ടി കിടക്കണ നോക്കി. വലിയ ലെയറായിട്ടില്ല, പക്ഷേ എന്നാലും പണിയുണ്ടാക്കാനുള്ള സാധനം ആയിട്ടുണ്ടെന്ന് പറയാൻ വേണേ. ഉണ്ടോ വണ്ടിയെ മൂടി കിടക്കുന്നുണ്ടോ? ഇങ്ങനെ സാധനം കളയണം. ഇനി ഇതെല്ലാം കാണാവോ? നോക്കി, വിൻസ്ക്രീനാണ്. അമ്മേ ഉണ്ടോ? ഈ വണ്ടി എടുത്തിട്ടാണ് പോകേണ്ടത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഐസ് സ്ക്രാപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് കുറച്ച് കളഞ്ഞിട്ട് ഇനി മറ്റേ ചൂടുവെള്ളം ഒഴിക്കണം. ഒരു കാര്യം കൂടെ, ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പം ഒന്ന് ഡീമിസ്റ്ററൊക്കെ ഇട്ട് ഇച്ചിരി ഹീറ്റായിട്ട് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം ഗ്ലാസ് പൊട്ടിപ്പോവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വൈപ്പറിട്ട് കളയാൻ പറ്റില്ല, അറിയാമല്ലോ, ഒടിഞ്ഞു പോകത്തുള്ളൂ. ഒരുമാതിരി തെറ്റില്ലാത്ത ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൈ മരവിക്കുകയെ കുറച്ച് കഴിയുമ്പോൾ. അതാണ് ഒരുപാട് നേരം ഇങ്ങനെ കളിച്ച് അതിൽ നിൽക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് സൈഡ് കയറുന്നതായിരിക്കും നല്ലത്. പെയ്തോണ്ടിരിക്കുക കേട്ടോ. എന്തോ അപ്പുറത്ത് വീണ്ടും ആയി. ഗ്ലൗസ് ഇടാതെ ചെയ്തിട്ട് കയ്യിൽ ഐസ് ബൈറ്റ് കിട്ടിയ ലക്ഷണമായി കേട്ടോ. വേഗം പോയി കൈ ചൂടാക്കട്ടെ. അതുപോലെ ഞാൻ ഡീമിസ്റ്റർ ഒന്ന് ഓൺ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ഗ്ലാസ് അപ്പം ചെറുതായിട്ട് ഹീറ്റ് ആയി കൊടുക്കും. കൈമതി വെച്ച് അപ്പോഴത്തേക്ക് ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ള ചൂടുവെള്ളം കൊണ്ട് അവളങ്ങ് പോകുന്നുണ്ട്. ഞാൻ പിന്നെ മുകളിൽ പോയി കൈയൊക്കെ ഒന്ന് ചൂടുവെള്ളം കൊണ്ട് ഹീറ്റ് ആക്കിയിട്ട് തിരിച്ചു വന്നു. പുറത്ത് നോക്കി എങ്ങനെയാണ് നമ്മളിനിയിപ്പം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനുള്ള പോക്ക.
എൻ്റെ പൊന്നോ ടയർ സ്ലിപ്പ് ആവാതെ വണ്ടി മൂവി തുടങ്ങി കേട്ടോ. സ്ലോയിൽ മൂവ് ചെയ്യണമെന്നാണ്. ഫസ്റ്റ് ഗിയറില്ല, സെക്കൻഡ് ഗിയറിൽ എടുക്കണം എന്നാണ്. ഞാൻ അതുപോലെ തന്നെ എടുത്തു. സ്ട്രീറ്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നുള്ളത് കണ്ടിട്ട് പോവാം. ഈ വെളുത്ത് കാണുന്ന ഭംഗി മാത്രമല്ല കേട്ടോ, ഇതിന് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെട്ടാണ് കേട്ടോ, സ്ലിപ്പറി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ഡ്രൈവ് ആസ്വദിക്കാം. ഹോസ്പിറ്റലിൽ എത്താൻ സ്ലോ ആകുന്നതാണ് ഇപ്പോഴേ വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാമല്ലോ, അതായത് ഇപ്പോഴും പെയ്യുന്നിരിക്കും.
പ്രഡിക്ഷനിൽ ഇതായിട്ട് പറയുന്നത് വാണിംഗ് ആയിട്ട് മറ്റേ BBC എന്നൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റേ രീതി പറയും, രണ്ട് രീതിയിൽ ചാൻസ് ഉണ്ട് നല്ല രീതിയിലൊക്കെ പറയും. അപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ശരിക്കും കൂടുതലുണ്ടായിരുന്നു. നമ്മൾ വന്ന ആ വർഷം ഇവള് 21 വന്നു, മോനെ ഏതാണ്ട് 22 ആദ്യം വന്നു, ഞാൻ 22 പകുതിക്ക് വന്നു. ശരിക്കും ഞാനും വന്നു കഴിഞ്ഞാൽ അവര് വന്നു. ആ വർഷം ശരിക്കും കട്ടിക്കുണ്ടായിരുന്നു. പെയ്തു എങ്ങനെ അറിയാവോ, നൈറ്റിൽ എങ്ങാണ്ടൊരു സാധനം പെയ്തു, പക്ഷെ രാവിലെ മഴ പെയ്തപ്പോ അതെല്ലാം പോയി. മോർണിംഗ് മഴ പെയ്തു. ഞങ്ങളിവിടെ റിക്രൂട്ട്മെന്റ് തുടങ്ങിയപ്പം വന്നതിലുള്ള സെക്കൻഡ് ബാച്ച് വെച്ചാൽ ആദ്യത്തെ ബാച്ചുകാർ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു, പിന്നെ രണ്ടാമത്തെ ബാച്ച് ഞങ്ങളാണ് വന്നത്. നിങ്ങളുടെ കൂടെ ഉള്ള മീനും മറ്റേ നിങ്ങളോട് അഞ്ജന ഇല്ലായിരുന്നു? അല്ല, മറ്റേ ഈ അഞ്ജനയുടെ കൂടെ അഞ്ജനയുടെ ചേച്ചിയാണ് സിസ്റ്റർ, അത് കൊണ്ടുപോകും. ഒരു ഓസ്ട്രേലിയ എത്തിയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി, സെറ്റായി. അവന് ജോലിയായോ? അഞ്ജനയുടെ അവൻ ഇത് ഓടിക്കുന്നു കേട്ടോ, ഊബർ ഓടിക്കണം.
എത്ര 7? 7:04. ഞാൻ ടൈപ്പ് ചെയ്തത് 5 താമസിക്കുന്നു. ശരി 7:04 ശരി അമ്മ, ഞാൻ കേറട്ടെ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹോസ്പിറ്റൽ മൂടി കിടക്കുന്നുള്ളൂ. ശരി ശരി. വൈകുന്നേരം ഉണ്ടാവില്ലേ? ഓക്കെ. ഓക്കെ, അതാണ് സംഭവം. ഇത് ഇവിടെയൊക്കെ ഇത് മൂടി കിടക്കുക. ഞാൻ ദേ അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇപ്പോഴും സംഭവം പെയ്തുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. പക്ഷെ കട്ടിക്കല്ല, ഡ്രിസിലിങ് പോലെയാണ് പയ്യെ. എൻ്റെ സൗണ്ട് മാറത്തില്ലേ. വണ്ടി ഓടിപ്പോയ വഴിയും തിരിച്ചു വന്ന വഴിയാണ്. ബാക്കി ആരും വണ്ടി എടുത്തിട്ടില്ല ഇതുവരെ. എന്തോ ഇപ്പം ഈ പരുവത്തിലാണ്. ഒന്ന് പിന്നെ എല്ലാം ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ കിടന്നേക്കാൻ ഉരുകി പോയിട്ടുണ്ട് കുറേ. പക്ഷേ തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് വന്ന് നോക്കാം. അപ്പം ശരി, കാണാവേ. ഉണ്ട് ചുറ്റുപാടും നോക്കിയാൽ ഇപ്പം ഈ പരുവത്തിലാണ്. വലിയ കട്ടിക്ക് പെയ്തിട്ടില്ല. ഒരു ഫസ്റ്റ് ലെവൽ സ്നോ എന്നുള്ളത് വിചാരിക്കാം. ഇതൊക്കെ ഞങ്ങളെ ഒട്ടി കളഞ്ഞതാണ് രാവിലെ. അപ്പോൾ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ആദ്യത്തെ സ്നോ. ഉണ്ടോ? ഓക്കെ, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.